ഒരു കേന്ദ്രമന്ത്രിയല്ലേ ഇതാ വിളിച്ചു പറഞ്ഞാൽ പോരെ, ഇതൊരു പ്രൊമോഷൻ സ്ട്രാറ്റജിയാണ്. ഇതൊരു രാജ്യമാണെന്നും നമ്മൾ ജീവിക്കുന്ന ഒരു എന്താ പറയുക കുറെ സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ അല്ലെങ്കിൽ ആർട്ടിക്കിളുകളോ കുറെ കാര്യങ്ങളുടെ അണ്ടറിലാണെന്നും സെൻസർ ബോർഡ് എന്ന് പറഞ്ഞൊരു ഓട്ടോണമസ് ബോഡിയാണെന്നും അതിന്റെ തീരുമാനം എന്ന് പറയുന്നത് കോടതിയിൽ മാത്രം നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിന്റെ നിയമവശം. അല്ലാണ്ട് ഇവിടുന്ന് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് നേരെ വിളിച്ച് സെൻസർ ബോർഡ് വിളിച്ച് പറഞ്ഞിട്ട് പടം വരുന്നുണ്ട് അങ്ങനെ സെൻസർ ബോർഡ് മെമ്പർമാർക്കും അറിയാലോ ഇത്, ഈ പറയുന്ന സെൻസർ ബോർഡ് ടീമുകൾക്കും അറിയാം ഇത് കേന്ദ്രമന്ത്രിയാണെന്നുള്ളത്. അപ്പൊ അതിനകത്ത് അങ്ങനത്തെ യാതൊരു ഫേവറിസം ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. കാരണം അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചർച്ചയിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. പ്രശ്നം എന്താണെന്ന് അറിയാത്തടത്തോളം നമ്മൾ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുക? അഡ്മിനിസ്ട്രേറ്റർ സംസാരിച്ചാൽ മാത്രം തീരുന്ന പ്രശ്നമാണ്. നമുക്ക് അറിഞ്ഞുകൂടാ, നമുക്കറിയാമല്ല പ്രശ്നം എന്താണെന്നൊന്ന്. രണ്ട്, നമുക്ക് അറിയില്ല അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അദ്ദേഹത്തിന്റെ വഴിക്ക് ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അല്ല, ഇതിന്റെ വേറൊരു കാര്യം അല്ല തീർച്ചയായിട്ടും സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വഴിക്കുള്ള കാര്യങ്ങൾ നീക്കുന്നുണ്ട്, പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു സിനിമയാണ്. ഒരുപാട് പേരുടെ എന്താ പറയുന്നത് സ്വപ്നവും വിയർപ്പും നീരും എല്ലാം ചെലവാക്കിയ ഒരു സിനിമയാണ്. അപ്പൊ ഇത് ഇറങ്ങുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ടുള്ള ഒരു ആവശ്യം. ഇതൊരു നമ്മൾ ജീവിക്കുന്ന ഇന്നും നമ്മൾ ഈ സമൂഹത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്താണ് ജീവിക്കുന്നതെന്നും ഇവിടുത്തെ നിയമവശങ്ങളെക്കുറിച്ച് എന്നേക്കാൾ ബോധവാന്മാരാണ് നിങ്ങളെല്ലാവരും എന്നേക്കാൾ നല്ലപോലെ ബോധവാന്മാരാണ്. നാളെ നമ്മളൊരു കോടതി വ്യവഹാരമായിട്ട് നീങ്ങിയാൽ ഏതെല്ലാം വഴിക്ക് ഇത് എഫക്ട് ചെയ്യപ്പെടും, എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവും എന്നൊക്കെ അറിയാം. അപ്പൊ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ശ്രമിക്കുന്നത് നമ്മളൊരു സിനിമയാണ്, അത് എങ്ങനെയും ഇറക്കണം. അത് എന്റെ സോളുണ്ട്, ഒരുപാട് പേരുടെ ഒരു പ്രാർത്ഥനയുണ്ട് ആ സിനിമയ്ക്ക്. 2022 ഷൂട്ട് തുടങ്ങി പല സന്ദർഭങ്ങളിൽ നിന്നുപോയൊരു സിനിമ കോ പ്രൊഡ്യൂസറായിട്ട് ഇദ്ദേഹം വന്നതിന് ശേഷമാണ് അതിന്റെ എല്ലാ പിക്കിലും എത്തിയത്. ഫനീന്ദ്രകുമാർ ഒരു സൈഡിൽ അദ്ദേഹത്തിനോട് പറ്റുന്ന രീതിയിൽ എല്ലാ രീതിയിലും, കാരണം സിനിമയാണ്, ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. കാരണം നമ്മൾ ഒരുപാട് പേരെ കോർഡിനേറ്റ് ചെയ്ത് ഒരുപാട് വലിയൊരു കാര്യമാണ്. നമ്മൾ അതിലേക്ക് ഇറങ്ങുമ്പോഴേ അതിന്റെ സ്കെയില് മനസ്സിലാവും. അപ്പം സുരേഷ് ചേട്ടൻ എന്ന് പറയുന്ന ചേട്ടനായിട്ടും അല്ലെന്നുണ്ടെങ്കിൽ ഒരു മന്ത്രിയായിട്ടും അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ ആയിട്ടും ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് പറയുവാണെങ്കിൽ ഇന്നീ നിമിഷം വരെ നീതിയോടുകൂടി തന്നെ എന്നോട് പെരുമാറിയിട്ടുള്ളൂ, ഈ സിനിമയോടും പെരുമാറിയിട്ടുള്ളൂ. അതിനകത്തൊന്നും യാതൊരു തർക്കവും ഇല്ലാത്ത വിഷയമാണ്. അപ്പം ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് അത് വലിച്ചിടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആ ചർച്ചയേക്കാൾ സുരേഷ് ഗോപി ജാനകി സിനിമയിൽ എന്ത് ചെയ്തു എന്നതിനേക്കാൾ ജാനകി സിനിമ എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല എന്ന് ചർച്ച ചെയ്യപ്പെടാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.